ഓം ശാന്തി. 9/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, ദരിദ്രരുടെ നാഥനായ ബാബ നിങ്ങളെ കവടിയിൽ നിന്നും വജ്രതുല്യമാക്കുവാനായി വന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ സദാ ആ ഒന്നിൻ്റെ ശ്രീമത് അനുസരിച്ച് നടക്കൂ. ചോദ്യം: ഏറ്റവും ആദ്യം നിങ്ങളെല്ലാവർക്കും ഏതൊരു ഗുഹ്യ രഹസ്യമാണ് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത്? ഉത്തരം: ബാബ് ദാദയുടെ. നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ ബാബ് ദാദയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. ശിവന്റെ ആത്മാവും ഇതിലുണ്ട്, ബ്രഹ്മാവിൻ്റെ ആത്മാവും ഇതിലുണ്ട്. ഒന്ന് ആത്മാവാണ്, രണ്ടാമത്തേത് പരമാത്മാവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഗുഹ്യ രഹസ്യം സർവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഈ ബാബ് ദാദ ഒരുമിച്ചാണ്. ഈ ദാദ ഭഗവാനല്ല. മനുഷ്യൻ ഭഗവാനാകുന്നില്ല. ഭഗവാൻ എന്ന് പറയുന്നത് നിരാകാരനെയാണ്. ആ ഒന്ന് പിതാവാണ്, ശാന്തിധാമത്തിൽ വസിക്കുന്നവനാണ്. ഗീതം: ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. ബാബ ദാദയിലൂടെ, അതായത് ശിവ് ബാബ ബ്രഹ്മാവിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് ഉറപ്പിക്കൂ. ലൗകിക സംബന്ധത്തിലും പിതാവ് വേറെയായിരിക്കും, ദാദ അതായത് മുത്തച്ഛൻ വേറെയായിരിക്കും. പിതാവിൽ നിന്നും ദാദയുടെ സമ്പത്ത് ലഭിക്കുന്നു. ദാദയുടെ സമ്പത്ത് നേടുകയാണ് എന്ന് പറയുന്നു. ആ ഒന്ന് ദരിദ്രരുടെ നാഥനാണ്. ആരാണോ വന്ന് ദരിദ്രരെ കിരീടധാരിയാക്കുന്നത്, ആ ഒന്നിനെയാണ് ദരിദ്രരുടെ നാഥൻ എന്ന് പറയുന്നത്. അതിനാൽ ഏറ്റവും ആദ്യം ഇതാരാണ് എന്ന ഉറച്ച നിശ്ചയമുണ്ടാകണം. കാഴ്ചയിൽ സാകാര മനുഷ്യനാണ്. ഈ ഒന്നിനെ എല്ലാവരും ബ്രഹ്മ എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും ബ്രഹ്മകുമാർ കുമാരിമാരാണ്. നമുക്ക് സമ്പത്ത് ശിവ് ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നറിയുന്നുണ്ട്. ആ സർവരുടെയും പിതാവ് സമ്പത്ത് നൽകുവാനായി വന്നിരിക്കുകയാണ്. ബാബ സുഖത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം രാവണൻ ദുഃഖത്തിൻ്റെ ശാപം നൽകുന്നു. ഭക്തി മാർഗത്തിൽ ഭഗവാനെ അന്വേഷിക്കുന്നതിനായി തിക്കും തിരക്കും കൊള്ളുന്നു. ആർക്കും ലഭിക്കുന്നില്ല. ഭാരതവാസികൾ പാടുന്നുണ്ട്, നീ മാതാവും പിതാവും എന്ന്. പിന്നെ പറയുന്നു, അങ്ങ് എപ്പോൾ വരുമോ അപ്പോൾ നമുക്ക് അങ്ങ് ഒരാൾ മാത്രമായിരിക്കും, രണ്ടാമതായി ആരുമില്ല. മറ്റാരുമായി നമ്മൾ മമത്വം വയ്ക്കില്ല. നമുക്ക് ഒരേ ഒരു ശിവ് ബാബയാണ്. നിങ്ങൾക്കറിയാം, ഈ ബാബ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രരെ ധനികനാക്കുന്നവനാണ്. കൗടിയിൽ നിന്നും വജ്രതുല്യമാക്കി മാറ്റുന്നു. അതായത് കലിയുഗി പതീതവും ദരിദ്രവുമായതിൽ നിന്നും സത്യയുഗി കിരീടധാരി ആക്കി മാറ്റുന്നതിനായി ബാബ വന്നിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ ബാബ് ദാദയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. ശിവന്റെ ആത്മാവും ഇതിലുണ്ട്, ബ്രഹ്മാവിൻ്റെ ആത്മാവും ഇതിലുണ്ട്. രണ്ടായല്ലോ. ഒന്ന് ആത്മാവാണ്, രണ്ടാമത്തേത് പരമാത്മാവാണ്. നിങ്ങളെല്ലാം ആത്മാക്കളാണ്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടുന്നുമുണ്ട്. ആദ്യ നമ്പറിൽ കണ്ടുമുട്ടുന്നത് ആത്മാക്കളായ നിങ്ങളാണ്. അതായത് ആത്മാക്കളാണ് ആ പരമാത്മാവായ പിതാവുമായി കണ്ടുമുട്ടുന്നത്. ആ ഒന്നിനെ തന്നെയാണ് ഓ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആ ഒന്നിൻ്റെ കുട്ടികളാണ്. ഫാദറിൽ നിന്നും തീർച്ചയായും സമ്പത്ത് ലഭിക്കുന്നു.
ബാബു പറയുന്നു, ഭാരതം കിരീടധാരിയായിരുന്നു. അതിപ്പോൾ എത്ര ദരിദ്രമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും കുട്ടികളായ നിങ്ങളെ കിരീടധാരിയാക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങൾ ഡബിൾ കിരീടധാരിയാകുന്നു. ഒരു കിരീടമുള്ളത് പവിത്രതയുടേതാണ്, അതിൽ ലൈറ്റ് കാണിക്കുന്നു. രണ്ടാമത്തേതാണ് രത്നങ്ങൾ പതിപ്പിച്ച കിരീടം. അതിനാൽ ആദ്യം ഈ ഗുഹ്യ രഹസ്യം എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഈ ബാപ് ദാദ ഒരുമിച്ചാണ്. ഇദ്ദേഹം ഭഗവാനല്ല, മനുഷ്യൻ ഭഗവാനാകുന്നില്ല. ഭഗവാൻ എന്ന് പറയുന്നത് നിരാകാരനെയാണ്. ആ പിതാവ് ശാന്തിധാമത്തിൽ വസിക്കുന്നവനാണ്. അവിടെ നിങ്ങൾ എല്ലാ ആത്മാക്കളും വസിക്കുന്നു. അതിനെ നിർവാണധാമം അഥവാ വാനപ്രസ്ഥം എന്ന് പറയുന്നു. പിന്നെ ആത്മാക്കളായ നിങ്ങൾക്ക് ശരീരം ധാരണ ചെയ്ത് ഇവിടെ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. പകുതി കൽപ്പം സുഖത്തിൻ്റെ പാർട്ട്, പകുതി കൽപ്പം ദുഃഖത്തിൻ്റെ പാർട്ടാണ്. എപ്പോഴാണോ ദുഃഖത്തിൻ്റെ അന്തിമം ഉണ്ടാകുന്നത്, അപ്പോൾ ബാബു പറയുന്നു, ഞാൻ വരുന്നു. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. കുട്ടികളായ നിങ്ങൾ ഇവിടെ ഭട്ടിയിൽ വരുന്നു. ഇവിടെ പുറത്തുള്ള മറ്റൊന്നും ഓർമ്മ വരാൻ പാടില്ല. ഇവിടെ മാതാപിതാക്കളും കുട്ടികളുമാണുള്ളത്. ഇവിടെ ശൂദ്ര സമ്പ്രദായമില്ല. ആരാണോ ബ്രാഹ്മണനല്ലാത്തത് അവരെ ശൂദ്രൻ എന്ന് പറയുന്നു. അവരുടെ കൂട്ടുകെട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നതേയില്ല. ഇവിടെ ഉള്ളത് തന്നെ ബ്രാഹ്മണരുടെ കൂട്ടുകെട്ടാണ്. ബ്രാഹ്മണരായ കുട്ടികൾക്കറിയാം, ശിവ് ബാബ ബ്രഹ്മാവിലൂടെ നമ്മളെ നരകത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ രാജധാനിയുടെ അധികാരിയാക്കുവാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അധികാരിയല്ല, കാരണം നമ്മൾ പതീതമാണ്. നമ്മൾ പാവനമായിരുന്നു. പിന്നെ 84ൻ്റെ ചക്രം കറങ്ങി സതോ രജോ തമോയിലേക്ക് വന്നിരിക്കുന്നു. ഏണിപ്പടിയുടെ ചിത്രത്തിൽ 84 ജന്മങ്ങളുടെ കണക്ക് എഴുതിയിട്ടുണ്ട്. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഏത് കുട്ടികളുമായാണോ ആദ്യം കൂടിക്കാഴ്ച നടത്തുന്നത്, അവർക്ക് തന്നെയാണ് ആദ്യം സത്യയുഗത്തിൽ വരേണ്ടത്. നിങ്ങൾ 84 ജന്മങ്ങളെടുത്തു. രചയിതാവിൻ്റെയും രചനയുടെയും മുഴുവൻ നോളജ് ഒരു ബാബയുടെ അടുക്കലാണ് ഉള്ളത്. ആ ഒന്ന് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ഈ വൃക്ഷത്തിൻ്റെ ഉൽപ്പത്തിയും പാലനയും വിനാശവും എങ്ങനെ ഉണ്ടാകുന്നു എന്ന നോളജ് തീർച്ചയായും ബീജത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇത് ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. നിങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്, നമ്മൾ ഭാരതവാസികൾ ദരിദ്രമാണ്. ദേവീ ദേവത ആയിരുന്നപ്പോൾ എത്ര ധനികരായിരുന്നു. വജ്രങ്ങൾ കൊണ്ട് കളിക്കുമായിരുന്നു. വജ്രങ്ങളുടെ കൊട്ടാരങ്ങളിൽ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ബാബ സ്മൃതി വരുത്തുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. ഇങ്ങനെ വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന, ദരിദ്രരുടെ നാഥനായ ബാബ വരൂ. ദരിദ്രരായ നമ്മളെ വീണ്ടും സ്വർഗത്തിൻ്റെ അധികാരിയാക്കൂ. സ്വർഗത്തിൽ അളവറ്റ സുഖമുണ്ടായിരുന്നു. ഇപ്പോൾ അളവറ്റ ദുഃഖമാണുള്ളത്. കുട്ടികൾക്കറിയാം, ഈ സമയം എല്ലാവരും പൂർണ്ണമായും പതീതമായിരിക്കുന്നു. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. പിന്നെ സത്യയുഗം വേണം. ആദ്യം ഭാരതത്തിൽ ഒരു ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രായേണ ലോപിച്ചുപോയി. എല്ലാവരും സ്വയം ഹിന്ദുവാണ് എന്ന് പറയുന്നു. ഈ സമയം ക്രിസ്ത്യൻസും വളരെ അധികമായി. കാരണം ഹിന്ദു ധർമ്മത്തിലുള്ള വളരെ പേർ കൺവേർട്ടായി. നിങ്ങൾ ദേവീ ദേവതമാരുടെ യഥാർത്ഥ കർമ്മം ശ്രേഷ്ഠമായിരുന്നു. നിങ്ങൾ പവിത്ര പ്രവൃത്തി മാർഗത്തിലുള്ളവരായിരുന്നു. ഇപ്പോൾ രാവണ രാജ്യത്തിൽ
പതീത പ്രവൃത്തി മാർഗത്തിൽ ഉള്ളവരായി അതിനാൽ ദുഃഖിതരാണ്. സത്യയുഗത്തെ പറയുന്നത് ശിവാലയം എന്നാണ്. ശിവ് ബാബ സ്ഥാപിച്ച സ്വർഗം. ബാബ പറയുന്നു, ഞാൻ വന്ന് കുട്ടികളായ നിങ്ങളെ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാക്കി നിങ്ങൾക്ക് സൂര്യവംശി ചന്ദ്രവംശി രാജധാനിയുടെ സമ്പത്ത് നൽകുന്നു. ഇത് ബാബ് ദാദയാണ്. ഇത് മറന്നു പോകരുത്. ശിവ് ബാബ ബ്രഹ്മാവിലൂടെ നമ്മളെ സ്വർഗത്തിന് യോഗ്യരാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം പതീത ആത്മാവിന് പാവനമാകാത്തതുവരെയും മുക്തിധാമത്തിലേക്ക് പോകുവാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങൾക്ക് പാവനമാകാനുള്ള വഴി പറഞ്ഞു തരുന്നു. ഞാൻ നിങ്ങളെ പദം പതിയായ സ്വർഗത്തിൻ്റെ അധികാരി ആക്കിയാണ് പോയിരുന്നത്. നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു എന്ന സ്മൃതി തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ സമയം നമ്മൾ വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ എത്ര അനേകം മനുഷ്യരുണ്ട്. സത്യയുഗത്തിൽ 9 ലക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ വന്ന് ബ്രഹ്മാവിലൂടെ സ്വർഗത്തിൻ്റെ സ്ഥാപനയും ശങ്കറിലൂടെ വിനാശവും ചെയ്യിക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ എത്ര ബോംബുകൾ ഉണ്ടാക്കുന്നു. 5000 വർഷം മുമ്പും ഈ മഹാഭാരത യുദ്ധം നടന്നിരുന്നു. ഭഗവാൻ വന്ന് രാജയോഗം പഠിപ്പിച്ച് മനുഷ്യനെ നരനിൽ നിന്നും നാരായണൻ ആക്കിയിരുന്നു. അപ്പോൾ തീർച്ചയായും കലിയുഗി പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാകേണ്ടതാണ്. മുഴുവൻ വൈക്കോൽ കൂനയ്ക്കും തീപിടിക്കും. ഇല്ലെങ്കിൽ വിനാശം എങ്ങനെ ഉണ്ടാകും? ഇക്കാലത്ത് ബോംബിൽ അഗ്നിയും നിറയ്ക്കുന്നു. പെരുമഴ, എർത്ത് ക്വേക്ക്, അതായത് ഭൂമികുലുക്കം തുടങ്ങിയവയെല്ലാം ഉണ്ടാകും. അപ്പോൾ വിനാശം സംഭവിക്കും. പഴയ ലോകത്തിൻ്റെ വിനാശവും പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും നടക്കുന്നു. ഇതാണ് സംഗമയുഗം. രാവണരാജ്യം മുർദാബാദായി രാമരാജ്യം സിന്ദാബാദാകുന്നു. അതായത് രാവണരാജ്യം നശിച്ച് രാമരാജ്യം നീണാൾ വാഴുന്നു. പുതിയ ലോകത്തിൽ ശ്രീകൃഷ്ണൻ്റെ രാജ്യമുണ്ടായിരുന്നു. ലക്ഷ്മി നാരായണന് പകരം ശ്രീകൃഷ്ണൻ്റെ നാമം വയ്ക്കുന്നു. കാരണം ശ്രീകൃഷ്ണൻ സുന്ദരനാണ്. സർവരേക്കാളും പ്രിയപ്പെട്ട കുട്ടിയാണ്. മനുഷ്യർക്കറിയില്ലല്ലോ. ശ്രീകൃഷ്ണൻ വേറെ രാജധാനിയിലാണ്, രാധ വേറെ രാജധാനിയിലേതായിരുന്നു. ഭാരതം ശിരസിലെ കിരീടമായിരുന്നു. ഇപ്പോൾ ദരിദ്രമാണ്. പിന്നെ ബാബ വന്ന് ശിരസിലെ കിരീടമാക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, പവിത്രമാകൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സതോ പ്രധാനമായി മാറും. പിന്നെ ആര് സേവനം ചെയ്ത് തനിക്ക് സമ്മാനമാക്കുന്നുവോ അവർ ഉയർന്ന പദവി നേടും, ഡബിൾ കിരീടധാരിയാകും. സത്യയുഗത്തിൽ രാജാ റാണിയും പ്രജയും എല്ലാം പവിത്രമായിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ പ്രജകളുടെ രാജ്യമാണ്. 2 കിരീടവുമില്ല. ബാബ പറയുന്നു, എപ്പോഴാണോ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ വരുന്നു. ഇപ്പോൾ ഞാൻ കുട്ടികളായ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെയാണ് പതീത പാവനൻ. ഇപ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. നിങ്ങളുടെ ആത്മാവിൽ നിന്നും മാലിന്യം മാറട്ടെ, പിന്നെ സദോ പ്രധാനമായി മാറും. ഇപ്പോൾ ശ്യാമത്തിൽ നിന്നും സുന്ദരമാകണം. സ്വർണത്തിൽ കലർപ്പ് ചേരുന്നതിലൂടെ കറുത്തു പോകുന്നു. ഇപ്പോൾ കലർപ്പ് മാറ്റണം. പരിധിയില്ലാത്ത ബാബ പറയുന്നു, നിങ്ങൾ കാമചിതയിലിരുന്ന് കറുത്തുപോയി. ഇപ്പോൾ ജ്ഞാനചിതയിലിരിക്കൂ. എല്ലാത്തിൽ നിന്നും മമത്വം മാറ്റൂ. നിങ്ങൾ ഒരേ ഒരു പ്രിയതമനായ എൻ്റെ പ്രിയതമകളാണ്. ഭക്തരെല്ലാം ഭഗവാനെ ഓർമ്മിക്കുന്നു. സത്യയുഗത്തിലും ത്രേതായിലും ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. അവിടെ ജ്ഞാനത്തിൻ്റെ പ്രാപ്തിയാണുള്ളത്.
ബാബ വന്ന് ജ്ഞാനത്തിലൂടെ രാത്രിയെ പകലാക്കുന്നു. ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ പകലാകും എന്നല്ല, അത് ഭക്തിയുടെ സാമഗ്രികളാണ്. ജ്ഞാനസാഗരവും പതീത പാവനും ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് വന്ന് സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, യോഗം പഠിപ്പിക്കുന്നു. ഈശ്വരൻ്റെ കൂടെ യോഗം വയ്ക്കുന്നവർ യോഗേശ്വരനും പിന്നെ രാജരാജേശ്വരനും രാജരാജേശ്വരിയും ആകുന്നു. നിങ്ങൾ ഈശ്വരനിലൂടെ രാജാക്കന്മാരുടെയും രാജാവാകുന്നു. ആരാണോ പാവന രാജാക്കന്മാർ ആയിരുന്നത് അവർ പിന്നെ പതീതമാകുന്നു. താങ്കൾ തന്നെ പൂജ്യനും പിന്നെ താങ്കൾ തന്നെ പൂജാരിയുമായി മാറുന്നു. ഇപ്പോൾ എത്ര സാധിക്കുമോ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. പ്രിയതമനെ പ്രിയതമ ഓർമ്മിക്കുന്നത് പോലെ കന്യകയുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ പിന്നെ അന്യോന്യം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രിയതമന് ഭക്തിമാർഗത്തിൽ വളരെയധികം പ്രിയതമകളുണ്ട്. എല്ലാവരും ദുഃഖത്തിൽ ബാബയെ ഓർമ്മിക്കുന്നു. ഹേ ഭഗവാനെ, ദുഃഖം ഹരിച്ച് സുഖം നൽകൂ. ഇവിടെയാണെങ്കിൽ ശാന്തിയുമില്ല സുഖവുമില്ല. സത്യയുഗത്തിൽ രണ്ടുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ആത്മാക്കൾ എങ്ങനെയാണ് 84ൻ്റെ പാർട്ട് അഭിനയിക്കുന്നത്. ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ആകുന്നു. 84ൻ്റെ പടികൾ ബുദ്ധിയിലുണ്ടല്ലോ. ഇപ്പോൾ എത്ര സാധിക്കുമോ ബാബയെ ഓർമ്മിക്കണം. എങ്കിൽ പാപം ഇല്ലാതാകും. കർമ്മം ചെയ്യുമ്പോഴും ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ബാബയിൽ നിന്നും നമ്മൾ സ്വർഗത്തിൻ്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. എത്ര ഓർമ്മിക്കുമോ അപ്പോൾ പവിത്രതയുടെ ലൈറ്റ് വന്നുകൊണ്ടിരിക്കും. മാലിന്യം മാറിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക് എത്ര സാധിക്കുമോ സമയം കണ്ടെത്തി ഓർമ്മിക്കുന്നതിൻ്റെ ഉപായം കണ്ടെത്തണം. അതിരാവിലെയുള്ള സമയം വളരെ നല്ലതാണ്. ഈ പുരുഷാർത്ഥം ചെയ്യണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ, കുട്ടികളെയും മറ്റും സംരക്ഷിച്ചുകൊള്ളൂ. എന്നാൽ ഈ അന്തിമ ജന്മം പവിത്രമാകൂ. കാമചിതയിൽ കയറാതിരിക്കൂ. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനചിതയിലിരിക്കുകയാണ്. ഈ പഠിത്തം വളരെ ഉയർന്നതാണ്. ഇതിൽ സ്വർണത്തിൻ്റെ പാത്രം ആവശ്യമാണ്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സ്വർണത്തിൻ്റെ പാത്രമാകുന്നു. ഓർമ്മ മറക്കുന്നതിലൂടെ പിന്നെ ഇരുമ്പിൻ്റെ പാത്രമായി പോകുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സ്വർഗത്തിൻ്റെ അധികാരിയാകും. ഇത് വളരെ സഹജമാണ്. ഇതിൽ പവിത്രത മുഖ്യമായതാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് പവിത്രമാകുന്നത്. സൃഷ്ടിചക്രത്തെ ഓർമ്മിക്കുന്നതിലൂടെ സ്വർഗത്തിൻ്റെ അധികാരിയാകും. നിങ്ങൾക്ക് വീടും കുടുംബവും ഉപേക്ഷിക്കേണ്ടതില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിലും ഇരിക്കണം. ബാബ പറയുന്നു, 63 ജന്മം നിങ്ങൾ പതീത ലോകത്തിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ ശിവാലയത്തിലേക്ക്, അമരലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ജന്മം പവിത്രമായിരിക്കുന്നത് വലിയ കാര്യമാണോ? വളരെയധികം സമ്പാദ്യമുണ്ടാകും. 5 വികാരങ്ങളെ ജയിക്കണം. അപ്പോൾ തന്നെയാണ് ജഗത് ജീതാകുന്നത്. ഇല്ലെങ്കിൽ പദവി നേടുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, എല്ലാവർക്കും മരിക്കേണ്ടതുണ്ട്. ഇത് അന്തിമ ജന്മമാണ്. പിന്നെ നിങ്ങൾ പോയി പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. വജ്ര വൈഡൂര്യങ്ങളുടെ ഖനികൾ നിറയും. അവിടെ നിങ്ങൾ വജ്ര വൈഡൂര്യങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയുടേതായ ശേഷം ആ ഒന്നിൻ്റെ മതമനുസരിച്ച് നടക്കേണ്ടതല്ലേ? ശ്രീമത്തിലൂടെ തന്നെയാണ് നിങ്ങൾ ശ്രേഷ്ഠമാകുന്നത്. രാവണൻ്റെ മതത്തിലൂടെ നിങ്ങൾ ഭ്രഷ്ടാചാരിയായി. ഇപ്പോൾ ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന്
തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകണം. ബാബയെ ഓർമ്മിക്കണം. മറ്റൊരു പ്രയാസവും ബാബ നൽകുന്നില്ല. ഭക്തിമാർഗത്തിൽ നിങ്ങൾ വളരെയധികം തിക്കും തിരക്കും കൊണ്ടു. ഇപ്പോൾ കേവലം ബാബയെ ഓർമ്മിക്കൂ. സൃഷ്ടിചക്രത്തെ ഓർമ്മിക്കൂ. സ്വദർശന ചക്രധാരിയാകൂ. എങ്കിൽ നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി ചക്രവർത്തി രാജാവായി മാറൂ. അനേകം തവണ നിങ്ങൾ രാജ്യം നേടി പാഴാക്കുകയും ചെയ്തു. പകുതി കൽപ്പം സുഖമാണ്, പകുതി കൽപ്പം ദുഃഖമാണ്. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ സംഗമത്തിൽ വരുന്നു, നിങ്ങളെ സുഖധാമത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്മൃതി വന്നു, നമ്മൾ എങ്ങനെയാണ് ചക്രം കറങ്ങുന്നത് എന്ന്. ഈ ചക്രം ബുദ്ധിയിൽ വയ്ക്കണം. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. നിങ്ങളിവിടെ പരിധിയില്ലാത്ത ബാബയുടെ മുന്നിലിരിക്കുകയാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ പ്രജാപിത ബ്രഹ്മാവിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നു. അതിനാൽ ഇപ്പോൾ വിനാശം ഉണ്ടാകുന്നതിന് മുമ്പ് ബാബയെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നിരന്തരം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതിനായി ബുദ്ധിയെ സ്വർണ്ണ പാത്രമാക്കണം. കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഓർമ്മയിലൂടെ തന്നെയാണ് പവിത്രതയുടെ ലൈറ്റ് വരുന്നത്. മുരളി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഡ്രാമയുടെ രഹസ്യത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. ഭട്ടിയിൽ പുറത്തുള്ള ഒന്നും ഓർമ്മ വരാതിരിക്കണം. വരദാനം: പരസ്പരം അന്യോന്യം വിശേഷതകൾ കാണുകയും വർണ്ണിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠതയാൽ സമ്പന്നമായ ഹോളി ഹംസമായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ഓരോ കുട്ടിക്കും നോളജിലൂടെ ഏതെങ്കിലും വിശേഷ ഗുണം തീർച്ചയായും പ്രാപ്തമാണ്. അതിനാൽ ഹോളി ഹംസമായി ഓരോരുത്തരുടെയും വിശേഷതകൾ നോക്കുകയും വർണ്ണിക്കുകയും ചെയ്യൂ. ഏത് സമയത്താണോ ആരുടെയെങ്കിലും ദൗർബല്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത്, അപ്പോൾ മനസ്സിലാക്കണം, ഈ ദൗർബല്യം ഇവരുടേതല്ല, എൻ്റേതാണ്. കാരണം നമ്മളെല്ലാവരും ഒരു ബാബയുടെ, ഒരു കുടുംബത്തിലെ, ഒരേ മാലയിലെ മുത്തുകളാണ്. ഏതുപോലെ സ്വന്തം ദൗർബല്യത്തെ പ്രസിദ്ധമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ലയോ, അതേപോലെ മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെയും വർണ്ണിക്കാതിരിക്കൂ. ഹോളി ഹംസം എന്നാൽ വിശേഷതകളെ ഗ്രഹിക്കുക, ദൗർബല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുക. സ്ലോഗൻ: സമയം ലാഭിക്കുന്ന തീവ്ര പുരുഷാർത്ഥി തന്നെയാണ് സദാ വിജയി. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നം ആകൂ. ഏതുപോലെ മുത്തുകളുടെ വിശേഷത ഇതാണ്: ഒരേപോലെയുള്ള മുത്തുകൾ മാലയിലെ ഒരേ നൂലിൽ കോർക്കപ്പെടുന്നു. ഇതേപോലെ വൈജയന്തി മാലയിലെ മണികളായ നിങ്ങളെല്ലാവരും എപ്പോഴാണോ ഏകമതം ഉള്ളവരായി, ഒന്നിൻ്റെ സ്നേഹത്തിൽ ഏകരസസ്ഥിതി ഉള്ളവരായി ഒന്നായി കാണപ്പെടുന്നത്, അപ്പോൾ തന്നെയാണ് മാലയിൽ കോർക്കപ്പെടുന്നത്. അഥവാ പരസ്പരം 2 മതങ്ങൾ, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവർ രണ്ടാമത്തേത്, അതായത് 16,000ൻ്റെ മാലയിലെ മുത്തുകൾ ആയി മാറുന്നു. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു.
ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.